അപ്പോൾ ഹലോ ഗായ്സ്, പുതിയ വീഡിയോയോട് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ ആരൊക്കെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ അതാ നമ്മളെ ബോസറെ കാതൊക്കെ ആയിരുന്നു പോലെ അല്ല പോണ കയറാലോ. ഇതാണ് പരിപാടി. നമ്മളെ വിളിച്ചെത്തിയായിട്ട് ആണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇടവണ്ണപ്പാറ ഒരു ബൈക്കിലാട്ടോ വന്നത്. ബൈക്കോട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ 4 പേരാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കൊച്ചിക്കാണ് പോകുന്നത്. ട്രെയിനോ കാറോ ഒന്നുമല്ല, നമ്മൾ ബസ്സിനാണ് കേട്ടോ എറണാകുളം പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടേക്കുള്ള ബസ് കയറി നമ്മൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് മാറി കയറണം. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാലിക്കറ്റ് KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് KSRTC സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നത്. സംഭവം നമ്മൾ മലപ്പുറം ജില്ലയാണെങ്കിലും ഏറ്റവും കൂടുതൽ ടച്ചുള്ളത് കോഴിക്കോടായിട്ടാണ് കേട്ടോ. എന്താവശ്യത്തിനും കൂടുതൽ വരാറുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ ആദ്യ തവണ നമ്മൾ മോഞ്ചിരിക്കുകയാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ 3 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി 4:45 ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ 4:45 ബസ് വെയിറ്റ് ചെയ്തു. ബസ് വന്നിരിക്കുകയാണ്. ഇതിൽ റിസർവ് ചെയ്തവർ കയറിയിട്ട് മാത്രമേ നമുക്ക് അതിലേക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. റിസർവ് വന്നവർ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് കയറാം. അങ്ങനെ റിസർവ് ചെയ്ത ഓരോരുത്തരായിട്ട് ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയിട്ടോ. അപ്പോഴും ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ബസ് കയറി ഞങ്ങൾക്ക് തൽക്കാലം സീറ്റ് കിട്ടിയിട്ടുണ്ട്. 4 പേർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഷെരീഫിന് എണീക്കേണ്ടി വന്നു കേട്ടോ. ഷെരീഫിൻ്റെ സീറ്റിൽ ആൾ വന്ന്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ കോഴിക്കോട് നഗരി വിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ്. പക്ഷെ ഒരു കണ്ടക്ടർ കേട്ടോ, കണ്ടക്ടർ അടിപൊളിയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല സുഹൃത്ത്, നല്ല എന്താ പറയുക, എല്ലാ രീതിയിലും ഞങ്ങളോട് നല്ല സഹകരണം കാഴ്ചവെച്ചൊരു കണ്ടക്ടർ. എന്താ ഷെരീഫ് ഞങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സുനി കേട്ടോ. ഫോട്ടോഷൂട്ടാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ വീഡിയോസൊന്നും അവനറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടോളെത്തി. കണ്ടകശനി വീണ്ടും സലീം എണീക്കേണ്ടി വന്നു. അങ്ങനെ ഞാനും എണീക്കേണ്ടി വന്നു. അങ്ങനെ 4 പേരും സീറ്റിൽ നിന്ന് എണീക്കേണ്ട അവസ്ഥയെത്തി. രാമനാട്ടുകര എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും എണീക്കേണ്ടി വന്നു. പിന്നൊന്നും നോക്കിയില്ല, ഞങ്ങൾ ബസ് നിലത്തിരിക്കാൻ തുടങ്ങി. പിന്നൊന്നും പറയണ്ട, ഈ ബസ്സിലെ പ്രധാനപ്പെട്ട ഒരാളെ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മളെ ഡ്രൈവർ കേട്ടോ, അടിപൊളിയാണ്. നമ്മുടെ സുഹൃത്തായി. അവിടെ എത്തിയപ്പോഴത്തേന് ബോസിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തിട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നല്ല കട്ട ചങ്കായിട്ടോ. അങ്ങനെ കുറച്ച് നേരം ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഒരു രക്ഷയില്ല. ഡ്രൈവർ ആശാനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഇയാളൊരു സിനിമാ നടനാണ് കേട്ടോ. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ 1, 2 പറഞ്ഞ് നമ്മൾ എറണാകുളം എത്തിട്ടോ. എറണാകുളം എത്തി നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം ഫുഡ്, പിന്നെ കിടക്കാനോ റൂം, അത് തിരയാനുള്ള ചർച്ചയിലാണ്ടത്. അപ്പോൾ ഇത് നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ കൂൾ ബാറിൽ കയറി വെള്ളമൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ വീണ്ടും സ്റ്റാൻഡിലോട്ട് തന്നെ പോവാണ് കേട്ടോ, KSRTC സ്റ്റാൻഡിലേക്ക്. കാര്യം വേറൊന്നുമല്ല, ഇങ്ങോട്ട് പറ്റിയ അബദ്ധം ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്.
അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ആദ്യം ബുക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആശാൻ സുഖനിദ്രയിലാണ്. ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ടിക്കറ്റൊക്കെ റെഡിയായി ഞങ്ങൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിലായി. അങ്ങനെ ഞങ്ങൾ ഒരു തറവാട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കയറി ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച്. അപ്പോൾ ഓക്കെ ഫിനിഷ്ഡ് അല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഉറങ്ങുന്നവർ ഉറങ്ങുന്നു, മൊബൈൽ കളിക്കുന്നവർ മൊബൈൽ കളിക്കുന്നു. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് വരിക കേട്ടോ. അപ്പോൾ അതിന് സുനിയും ഷെരീഫോടെ മാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അന്തമില്ലാത്ത യാത്ര ഗൈസ്. ഏത് ടൂർ പോകണ ഒരു ഗജാഞ്ച് കാണും, അദ്ദേഹമാണ് കേട്ടോ ഇദ്ദേഹം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഹോട്ടൽ തിരഞ്ഞ് നടക്കുകയാണ് ഗൈസ്. എറണാകുളം ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ അത്ര വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ഹോട്ടൽ തിരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഒരു ഹോട്ടൽ കിട്ടി, ഞങ്ങൾ അങ്ങോട്ട് കയറി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമില്ലടാ, നമ്മളെ നാട്ടിലല്ലല്ലോ. അങ്ങനെ ഗൈസ് വീണ്ടും യാത്ര തുടങ്ങി. കൂട്ടുചെട്ടിയെ ലക്ഷ്യം വെച്ചാണ് നടത്തുന്നത്. അങ്ങനെ ബോട്ടുചെട്ടി എത്തി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്ത് കയറി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മുടെ സ്വന്തം ഗജാഞ്ച് ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റ് അങ്ങനെ നമ്മൾ സുനിയും സലീം ബാവയും കൂടി ടിക്കറ്റ് എടുക്കാൻ പോകാൻ കേട്ടോ. ഓരാണ് ടിക്കറ്റ് എടുക്കുന്നത്, ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കിട്ടി കേസ്. ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടുന്ന് എൻട്രി ടിക്കറ്റ് മുറിച്ച് നമ്മൾ അകത്തേക്ക് കയറ്റി ഈ ബോട്ടിലാട്ടോ നമ്മൾ അക്കരക്ക് പോകുന്നത്. അപ്പോൾ അകത്തേക്ക് കയറാം. അങ്ങനെ ഇവിടെ നേരെ മട്ടാഞ്ചേരിയിലേക്ക്, അങ്ങനെ നമ്മളൊരു ഓട്ടോ വിളിച്ച് മട്ടാഞ്ചേരി എത്തിയിരിക്കുകയാണ് കേട്ടോ.
ഒരു രക്ഷയില്ല, അടിപൊളി പ്ലേസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഫോട്ടോ മണി സെക്യൂരിറ്റിനോട് ചോദിച്ചു. ഇതെന്താ അറിയും മുകളിൽ കിട്ടിയത് ചന്ദനതിരി കേട്ടോ. ഞങ്ങളിവിടെ ഒരു അത്തർ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ അടിപൊളി ഷോപ്പ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു അത്തറൊക്കെ വാങ്ങി ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഇവിടെ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിന് ചാരി ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ ഫുള്ള് വിദേശികളാണ് കേട്ടോ കൂടുതൽ. ഇവന് പിന്നെ എവിടെ പോയാലും കപ്പലണ്ടി കിട്ടണം. അങ്ങനെ കപ്പലണ്ടി വാങ്ങിയിരുന്ന നേരം അത്. ഈ സ്റ്റെപ്പ് കയറി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാം. ഇതാണ് കേട്ടോ ആ അമ്പലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പടി ഇറങ്ങി കേട്ടോ. ഈ സ്ഥലം ഒട്ടുമിക്ക ആൾക്കാർക്കറിയാം, ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് 2 റീലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. റീൽ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഫുൾ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ ബീച്ചിലോട്ട് പോന്നു. ബീച്ചിൽ കുറച്ച് നേരം ഞങ്ങൾ ചിലവഴിച്ചിട്ടോ. അടുത്ത നമ്മളെ ലക്ഷ്യം വാട്ടർ മെട്രോ ആണ് കേട്ടോ. അങ്ങനെ വാട്ടർ മെട്രോക്കുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. ക്യൂ ആണേ, ഈ കാണുന്നതൊക്കെ ക്യൂ ആണ്, ക്യൂ ആയിട്ട് ഇരിക്കണം. അങ്ങനെ വാട്ടർ മെട്രോ എത്തി. നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആയിക്കോട്ടെ. എവിടെ ഉള്ളത്? ആ, എവിടെയാണ് ഡ്യൂട്ടി? അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടോ. തിരക്കില്ല കേട്ടോ, തിരക്ക് വളരെ കുറവാണ്. സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. അങ്ങനെ സൂര്യൻ നല്ല മാരക ഷൂട്ടിലാണ്. നല്ല വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു സുഖം കേട്ടോ മെട്രോയിൽ സഞ്ചരിക്കാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. സൂപ്പർ. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് ബീച്ച് എത്തിയിട്ടോ. ഇനി ഇവിടെ നമുക്ക് വൈകിട്ട് 5:30 സൺസെറ്റ് കാണാൻ ബോട്ടിൽ പോകണം. അങ്ങനെ ഒരു 5:30 വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. സമയം 3 മണിയായിട്ടുള്ളൂ.
അപ്പോൾ കുറച്ച് നേരം ഇവിടെ ബീച്ചിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് സമയം ഒപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഇതാ ഇയാളാട്ടോ നമുക്ക് ടിക്കറ്റ് സെറ്റാക്കി തന്നത്. ഒരാൾക്ക് 600 രൂപ ടിക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാട്ടോ ബോട്ടിൽ. അപ്പോൾ അതിന് ബോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അപ്പം നമ്മൾ ഭയങ്കര ത്രില്ലിലാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ യാത്രക്ക്. അതുപോലെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അവിടെ. സുനി, ഷെരീഫ്, ബാവൊക്കെ. അത് കഴിഞ്ഞ് അവർ ബോട്ടിലേക്ക് വരുന്നുണ്ട്. വന്നവരൊക്കെ പെട്ടെന്ന് കയറി സീറ്റ് പിടിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ടിക്കറ്റ് ഞാൻ ഇതാ അവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, 2 തട്ടാണ്. ഇതായി താഴെ തട്ട് AC ആണ്, ഫുൾ AC. മുകളിൽ പോകണം, എന്നാലേ നമുക്ക് സൺസെറ്റ് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താണ്, ഇവിടെ അല്പനേരം ഇരുന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി. പിന്നെ രാത്രി 7 മണിക്ക് ഈ ബോട്ടിൽ നിന്ന് DJ ഉണ്ട് കേട്ടോ താഴെ. അങ്ങനെ കറക്റ്റ് ടൈം കൃത്യം 5:30 തന്നെ നമ്മളെ ബോട്ട് യാത്ര ചെയ്തിട്ടോ. ഇതുപോലെ പല ബോട്ടുകളും അവിടുന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഏതായാലും അങ്ങനെ യാത്ര തുടങ്ങിട്ടോ. അടിപൊളി നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. 16 കിലോമീറ്റർ കടലിലേക്ക് പോകുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ 14 കിലോമീറ്റർ കടലിൻ്റെ അകത്തേക്ക് പോയിട്ടാണ് നമ്മൾ സൺസെറ്റ് കാണാൻ പോകുന്നത്. ഇതൊരു ബംഗ്ലാവാണ്. ഇവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളി നക്ഷത്രം, മൈ ബോസ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ്. വെറുതെ ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ കോർപ്പറേഷൻ കൊടുത്ത സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചായയും കടിയൊക്കെ തരുന്നുണ്ട് കേട്ടോ അവര്. ഇത് കംപ്ലീറ്റ് ബാക്ക് വാട്ടറാണ്, സോൾട്ട് വാട്ടറാണ്. ഇവിടുത്തെ ആഴം 15 മുതൽ 20 അടി. ഇത് ഗ്രാൻഡ് 5 സ്റ്റാർ ഹോട്ടലാട്ടോ. നമ്മുടെ MA യൂസുഫ് അലി സാറിൻ്റെ ഹോട്ടലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ലുക്കാണ്, സൂപ്പർ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്തിന്. അതിപ്പോൾ പൊന്തും. അതാ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും അതാ ഞാൻ ശരിക്കും കാണുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ബോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ, ഇതിൻ്റെ ചരിത്രങ്ങളും ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് അറിവ് പകർന്നു തരാൻ ഇതിലൊരാളുണ്ട് കേട്ടോ. അയാളുടെ പേര് എനിക്കറിയില്ല. അതുപോലെ തന്നെ അടിപൊളി ഗാനമേള അതൊക്കെ ഇതിൽ സെറ്റാണ്. ഡാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നല്ലൊരു ബോട്ട് യാത്രയാണ് ഉള്ളത്. വേദിയിൽ ഒരുപാട് ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്, യാത്രക്കാരും അല്ലാത്തവരൊക്കെ ആയിട്ട്. നല്ല അടിപൊളി. കടലിലേക്ക് നോക്കിക്കൊള്ളാം. നിറയെ ഡോൾഫിൻ ബോൾസ് ആണ്. ഡോൾഫിനൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ പാനിമേ കേൾക്കുന്ന ഡോൾഫിൻ ബോൾസ് കൂടെ ആലപിച്ചിട്ടോ. സൂപ്പർ, നല്ല അടിപൊളി മലയാളം സോങ് തന്നെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല കയ്യടിയൊക്കെ തന്ന് നല്ല പ്രോത്സാഹനം തന്നു, ഉഷാറാക്കി. അങ്ങനെ വീണ്ടും അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. ഇവിടുന്ന് 2 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോസ് ആക്കി എടുത്ത്. ഇത് നമ്മളെ ബോട്ട് ഡ്രൈവറാണേ.
അടിപൊളിയാണ്, നല്ല കമ്പനി. അങ്ങനെ നമ്മളെ സൂര്യൻ താന്ന് കടലിലോട്ട് വീണിട്ടോ. ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിച്ചു. ഇതാ ഇത്രയും ആൾക്കാരാണ് കേട്ടോ ഈ ബോട്ടിലെ യാത്രക്കാർ. എല്ലാവരും നല്ല ഉഷാറാണ് കേട്ടോ. എല്ലാവരും തമ്മിൽ പരിചയപ്പെടുന്നൊക്കെ ഉണ്ടേ. അങ്ങനെ ബോട്ട് തിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ നമ്മൾ ഡാൻസ് ടീം വന്നത്. അവർ നല്ല ഉഷാറായിട്ട് നല്ല വൃത്തിയിൽ നല്ല സൂപ്പറായിട്ട് കളിച്ചു. അവർ ഒരുപാട് ഫിലിമിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഡി ജെ നൈറ്റ് തുടങ്ങാൻ പോവാണ്. അങ്ങനെ എല്ലാവരും ഡി ജെ റൂമിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഡി ജെ നൈറ്റ് ഇതോടുകൂടി ഈ ബോട്ട് യാത്ര അവസാനിക്കും. ഡി ജെ നൈറ്റ് കഴിഞ്ഞതോടുകൂടി ബോട്ട് കരയിലെത്തുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ആർമാദിച്ച് ഡി ജെ നൈറ്റ് സൂപ്പറാക്കി. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബോട്ടിൽ യാത്ര ചെയ്ത എല്ലാവരും ആ ഡി ജെ നൈറ്റിൽ പങ്കെടുത്താണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു വിധമൊക്കെ ഡി ജെ നൈറ്റ് കളിച്ചൊപ്പിച്ച് ഞങ്ങൾ തിരിച്ച് നമ്മൾ ബോട്ട് യാത്രയൊക്കെ അവസാനിച്ച് കരയിലെത്തിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന എടപ്പള്ളി, ഇനി നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. ലുലു മാളിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ഇവിടുന്ന് മടങ്ങാൻ. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ സുഹൃത്തുക്കളെ. അങ്ങനെ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിക്കാണാം. ലുലു മാൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഒരുപാട് വട്ടം. എന്നാലും എറണാകുളം വരുമ്പോൾ ലുലു മാൾ കയറാൻ ഒരു പ്രത്യേക ത്രില്ല. ഇനി നമ്മളെ ലക്ഷ്യമിടുന്ന എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ, അത് എൻ്റെ നടത്താണ്. അപ്പോൾ ഗൈസ് താൽക്കാലികം രക്ഷപ്പെട്ടു. നമുക്ക് താൽക്കാലികമായിട്ട് 2 ബോട്ടിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഷെരീഫും സുനിയും നല്ല ചായ, പൊടിച്ചായ. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാൻ പോവാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ടീഷർട്ടാണ്. അതാണെങ്കിൽ ഇവിടെ 11 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടീഷർട്ടിനായിട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഒരുപാട് നടന്ന് ഏതായാലും ടീഷർട്ട് നമുക്ക് കിട്ടിയിട്ടോ. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇല്ലേതാ ഇട്ടേതാ? അപ്പോൾ ഏതൊരു സുഹൃത്ത് പറഞ്ഞു മുകളിലത്തെ ഫ്ലോറിൽ നല്ല ടീഷർട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മുകളിലെ ഫ്ലോറിലേക്ക് പോവാണ്. ടീഷർട്ട് ഇനി കുറച്ച് നേരം അവിടെ തിരയാം ഗായ്സ്. അപ്പോൾ ടീഷർട്ട് എടുത്തിട്ടോ. അപ്പോൾ കറക്റ്റ് ടൈം തന്നെ അവിടെ കട അടച്ചിട്ടുണ്ട്. ഇതാ ഷട്ടറൊക്കെ താത്തിയിട്ടുണ്ട് കേട്ടോ. 11 മണി കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും മുകളിലത്തെ ഫ്ലോറിലോട്ട് കയറുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫുഡൊക്കെ എത്തി, ഫുഡ് കഴിക്കാൻ. അങ്ങനെ ലുലു മാളിന്നല്ലേ? അത് കഴിഞ്ഞൊരു ഊപ്പർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ റൂമിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. റൂമെത്തി പോകാനുള്ള തയ്യാറെടുപ്പിലേക്കാണല്ലേ സുനിയെ? അല്ലേ? ഹലോ, ഹായ് ഗെയ്സ്. നമ്മൾ ചെറിയൊരു ട്രിപ്പിലായിരുന്നു. നമ്മൾ എറണാകുളം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഏകദേശം നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകുമായിരുന്നു.
അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 1 മണി 1:40 2 മണിക്കാണ് ബസ്. KSRTC ബസ്സാണ്. ഇവിടെ എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡാണ് KSRTC. കാലത്ത് ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ കോഴിക്കോട് ഇറങ്ങും ബസ്. അപ്പം നമ്മൾ ചെറിയ ട്രിപ്പിലായിരുന്നു, അടിച്ചു പൊളിച്ചു. തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 പേരാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോവാണ്. ഹായ് ഗൈസ് എല്ലാവർക്കും. എന്താ വേണ്ടേ? നിങ്ങൾക്ക് ജ്യൂസാണോ? ഈ വാങ്ങണ്ടേ? ഞാൻ ജ്യൂസ് വേണ്ട. ഒന്നും വേണ്ട. KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനലാണ് എറണാകുളം സൗത്ത്. വാ 2:05 ഉണ്ടാവുള്ളൂ. അതാ വരുന്നതാ. ഇതന്നെ കോഴിക്കോട് ഉണ്ടോ? ട്രെയിനും അതാ പോകുന്നത്. ഹായ് ഗൈസ്, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ബസ്സാണ്. കോഴിക്കോട് ലോ ഫ്ലോർ ബസ്. ഇതാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ കഴിഞ്ഞ ദിവസം ആ ടിക്കറ്റ് നമ്മൾ എടുത്താണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇന്ന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഫുള്ളാണ് സീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 മണിക്ക് ഇവിടുന്ന് ഷാർപ്പ് 2 മണിക്ക് പോകുന്ന അവർ പറയുന്നത്. കാലത്ത് 8 മണി 8:30 ഉള്ളിലായിട്ട് കോഴിക്കോട് നമ്മൾ ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. നമ്പർ ഒക്കെയാടാ. അപ്പോൾ ഗൈസ് നേരെ വെളുത്തു. നമ്മളിതാ കാലിക്കറ്റ് എത്തിയിരിക്കുക കേട്ടോ. നമ്മളെ കാലിക്കറ്റ് KSRTC സ്റ്റാൻഡാണ് കേട്ടോ കാണുന്നത്. അപ്പം നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് കാലിക്കറ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരകളിൽ പോവുകയാണേ. പിന്നെ പാരഗണെത്തി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ എല്ലാവരും പാരകളിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. നമ്മൾ നല്ല വെള്ളപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എല്ലാവരും. വെള്ളപ്പം പിന്നെ ചിക്കൻ കറി. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പാരകളിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടോ ഇനി നാട്ടിലേക്കാണ്. അങ്ങനെ അവിടുന്ന് ഒട്ടും താമസിച്ചില്ല. നമ്മൾ വേഗം ഒരു ഓട്ടോ വിളിച്ച് നേരെ പാളയം സ്റ്റാൻഡിലേക്ക് നമ്മൾ പോവാണ്. പാളയം സ്റ്റാൻഡിൽ നിന്ന് എടവണ്ണപ്പാറ ബസ്. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ എടവണ്ണപ്പാറ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ആയിട്ട് ആൾ കുറവാണ്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ എടവണ്ണപ്പാറ അങ്ങാടിയിലെത്തി. അവിടുന്ന് ഇതാ നമ്മളെ സുന്ദരമായ എടശ്ശേരിക്കടവ് പാലം കടന്ന് ഞങ്ങളുടെ സ്വന്തം വില്ലേജിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.